ചിന്നു, എന്തോ നീ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കണം? ഇവിടെ എത്ര ദിവസം ഇവിടെ ഞാൻ പറയണം, ആ എലി ഭയങ്കര നശിപ്പാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും അത് കടിച്ച് നശിപ്പിച്ചിട്ടേക്കണേ. എന്തെങ്കിലും ഒന്ന് ചെയ്യുക അതിനെ കൊല്ലാനായിട്ട്. അപ്പടിയാ. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ വീട്ടിലെ ഭയങ്കര എലിശല്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എലിശല്യം കൊണ്ട് ഇവിടെ പൊറുതിമുട്ടിയൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. പുതിയ ഫ്രിഡ്ജല്ല, എന്നാലും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഇതിങ്ങനെ കടിച്ച് പൊട്ടിച്ച് വെച്ചേക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവന്മാരുടെ അഴിഞ്ഞാട്ട് ഇങ്ങനെ നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇവന്മാർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നല്ല, ഞങ്ങൾക്കങ്ങനെ ഒന്നിനെയും കൊല്ലണമെന്ന് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവന്മാരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ഇവന്മാർ വീട് തന്നെ കുളന്നുണ്ടിക്കളെ. അപ്പോൾ അതുകൊണ്ട് അവന്മാർക്കുള്ളൊരു പണി നമുക്ക് ഉടനെ തന്നെ കൊടുക്കാം. ഇതുണ്ടോ, ഫ്രിഡ്ജിൻ്റെ എർത്ത് വയറാണ് ഇവന്മാർ കടിച്ചു പിടിച്ചിട്ടാണ്. വേണ്ട, ഇത് ഇങ്ങനെ വരേണ്ട എർത്ത് വയറാണ് ഇവന്മാർ കടിച്ച് പൊട്ടിച്ച് ഇവന്മാരുടെ ഈ രൂപത്തിലാക്കി ഇട്ടേക്കണം. പിന്നെ ഇവന്മാരെ എന്താ ചെയ്യണ്ട? ഭയങ്കര ഇത് കണ്ട അമ്മര് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അകത്ത് തുളച്ച് അതിനകത്തൊരു കൂടെ ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പം നിന്നെയൊക്കെ വെറുതെ വിടാൻ കൊള്ളാം. അതിനകത്ത് അമ്മരുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവന്മാരെ കൊല്ലാനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന സാധനം എന്താ അറിയോ? പാരസെറ്റാമോളല്ലേ. നമ്മൾ സാധാരണ പനിക്ക് കഴിക്കണ പാരസെറ്റാമോൾ. ആ പാരസെറ്റാമോളിൻ്റെ കുറച്ച് ഗുളിക വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഇവന്മാരെ കൊല്ലാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യം വിഷമിച്ചായിരുന്നു. എലി വിഷമെന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ചൊരു സാധനം. ആ സാധനം വെച്ചിട്ട് എലി കേക്കറ് തിന്നണ പോലെ തിന്നു വെച്ചും അത് എൻ്റെ പാട്ടിനെ അങ്ങോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പാരസെറ്റാമോളിൽ ഒരു പണി കൊടുക്കാമെന്നൊരാൾ പറഞ്ഞുകൊണ്ടിട്ട് പാരസെറ്റാമോൾ വെച്ച് നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോകണതാണ്. എലി ചാവോ ഇല്ലയെന്ന് ദൈവത്തിനറിയാം. ചിന്നു, പാരസെറ്റാമോളൊക്കെ വെച്ച് എലി ചാവോ? നോക്കാം. ഈ പാരസെറ്റാമോൾ വെച്ചുള്ള പരീക്ഷണം സക്സസ് ആകുമോ? നമുക്ക് നോക്കാമല്ലോ. പാരസെറ്റാമോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചാകുമല്ലോ, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമ്മളിത് 1 2 3 4 5 8 ഗുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പാരസെറ്റാമോളിൻ്റെ 8 ഗുളി നമ്മൾ എടുത്തേക്കണം. ഇനിയിപ്പോൾ നമുക്കിത് ഇടിച്ച് പൊട്ടിച്ച് ഒന്ന് സെറ്റാക്കാം. നല്ലോണം പൊട്ടിച്ചോട്ടാ, നല്ലോണം ഇടിച്ച് പൊട്ടിച്ചില്ലേ, പൗഡർ പോലെ ആവണം. എന്നാലേ നമുക്ക് ഇത് കറക്റ്റായിട്ട് ഈ സാധനം വെക്കാൻ പറ്റുള്ളൂ. നല്ലോണം അടിച്ചോ. അപ്പോൾ അതേ നമ്മൾ പാരസെറ്റാമോൾ ഇടിച്ച് പൊട്ടിച്ചത് പൗഡർ പോലെ ആക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തിനാണ് വെക്കേണ്ടതെന്ന് ഞാനിപ്പോൾ പറയാം. അപ്പോൾ അതേ ഉപയോഗിക്കാത്ത ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ചധികം ചോറെടുത്തിട്ടുണ്ട് കേട്ടോ. ചോറെടുത്തിട്ട് ഇനിയിപ്പോൾ ഈ കാണുന്ന നമ്മുടെ പാരസെറ്റാമോൾ, പൊടിച്ച പാരസെറ്റാമോൾ ഇതിലത്തേക്കൊന്ന് ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിന്നു, മിക്സ് ചെയ്തോ? ഇനി നല്ലോണം മിക്സ് ചെയ്തേ. സാധാരണ ചോറ് കഴിക്കാൻ വേണ്ടി കുഴക്കണ പോലെ അങ്ങോട്ട് കുഴച്ചാൽ അങ്ങോട്ട്. ചോറ് കണ്ടാൽ എനിക്ക് അപ്പം തിന്നാൻ തോന്നണം, അതേപോലെ കുഴച്ചോ. കയ്യിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ നമ്മുടെ ചോറിൽ പാരസെറ്റാമോൾ കുഴച്ച അവന്മാർക്കുള്ള ഇന്നത്തെ ഫുഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇനി ഇതും ഈ ചോറും തിന്നിട്ട് പോയിട്ട് നാളെ വന്നിട്ട് ഈ ചോറ് കഴിക്കുമെന്ന് അറിയില്ല. എന്നാലും സാധനമാണ് സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വെക്കേണ്ടത് നോക്കാം. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം അവരുടെ അടുത്ത് കഴിക്കാറ് നോക്കണം. അപ്പോൾ അവർ എടുക്കാത്ത സ്ഥലത്തല്ലെങ്കിൽ അവരില്ലാത്ത സമയത്ത് വേണം നമുക്ക് സാധനം വെക്കാനായിട്ട്. ഇത് ഭക്ഷണമാണല്ലോ. ഇപ്പോൾ അബദ്ധവശാൽ അവരുടെ അടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ചാവും. പാരസെറ്റാമോൾ ഓവറായിട്ടുണ്ടെങ്കിൽ മനുഷ്യന് തന്നെ അപകടമായിട്ടുള്ള സാധനമാണ് പാരസെറ്റാമോൾ. അപ്പോൾ അതുകൊണ്ടിട്ട്
ഇത് എലിയും എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പപ്രാണികളായിട്ടുള്ള സാധനങ്ങളാണല്ലോ, ജീവികളാണല്ലോ. അപ്പോൾ അവന്മാർക്കാകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂച്ചയും പട്ടിയും ഒന്നും എടുക്കാത്ത രീതിയിൽ, അവർ തൊടാത്ത രീതിയിൽ വേണത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ബാ. അപ്പോൾ ഇത് ഫ്രിഡ്ജിനോട് ചേർന്ന്, ഫ്രിഡ്ജിലാണല്ലേ ഇവന്മാരെ കളി, അവിടെ തന്നെ നമ്മുടെ ഒരു പേപ്പറിലാക്കിയിട്ട് ചോറ് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് പോയിട്ട് അപ്പുറത്തെ വാഷിംഗ് മെഷീനിലും കൂടി വെക്കാം. അപ്പോൾ ആദ്യത്തെ ചോറ് നമ്മൾ വെച്ചേക്കണത് ഫ്രിഡ്ജിലാണ്, ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട്. രണ്ടാമത്തെ ചോറ് നമ്മൾ വെച്ചേക്കണത് വാഷിംഗ് മെഷീൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവന്ന് രണ്ടാമത്തെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഓൾറെഡി അവനൊരു കൂട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എലിക്കുള്ള വിഷം വെച്ചിട്ടുണ്ട്. ഇനി നാളെ നമുക്ക് നോക്കാം എലി ചാകോ ഇല്ലേ. ചാകുമായിരിക്കും, നോക്കാം. അപ്പോൾ ചാകുമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ പാരസെറ്റാമോൾ മേടിച്ച കാശ് വരെ പോയില്ല ദൈവമേ.